ഇവിടുന്ന് കാണുന്ന കാഴ്ചയൊക്കെ അടിപൊളിയായി. പക്ഷേ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണിയായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലായി. പഴയ ഒരു കെട്ടിടമാണ്, പൊളിഞ്ഞു പോയി കേട്ടോ. ഓക്കെ, കമ്പിയൊക്കെ ദ്രവിച്ചിരിക്കുന്നു. തലയാണടി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും കേട്ടോ. കാരണം അപ്പുറ സൈഡിലോട്ട് പോയി ഇപ്പുറ സൈഡിലോട്ട് പോയി നേരെ ആറ്റിപ്പോവും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ചാലിയേക്കര എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ നല്ല നല്ല മനോഹരമായ കാഴ്ചയുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അച്ചൻകോവിലാറ്റിൻ്റെ കുറച്ച് ഭാഗം ഇതിനകത്ത് ഉൾപ്പെടും. ചാലിയേക്കര ആറ്, മുക്കടയാറ് എന്നൊക്കെയാണ് ഈ ആറിൻ്റെ പേര്. അപ്പോൾ ഈ ആറ്റിൻ്റെ കുറുകെ ഉള്ളൊരു പാലമാണ്, മനോഹരമായൊരു പാലം. നോക്കിയേ, കൈവരി അങ്ങോട്ട് മലർന്നും കുറച്ച് കൈവരി ഇവിടെ മലർന്ന് എവിടെയൊക്കെ പോയി. അപ്പോൾ അവിടെ കുറച്ച് ഭാഗങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്. ആ ഭാഗമൊക്കെ വനമാണ്. അങ്ങനെ ചാലിയേക്കര പോകുന്ന വഴിക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് കേട്ടോ. ഈ വെയിറ്റിംഗ് ഷെഡ് നേരെ വഴിയെ നമ്മൾ ഒരു പാലമുണ്ട്, തൂക്കുപാലം. ഇതൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെൽമെറ്റ് ഇവിടെ വെക്കാം അല്ലേ? ഹെൽമെറ്റ് ഇവിടെ വെച്ചേക്കാം. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അങ്ങനെ ഒരു മനോഹരമായ ഒരു തൂക്കുപാലം കേട്ടോ. കണ്ടോ, നമ്മൾ കയറിപ്പഴേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുവാണ് സംഭവം. ഫുള്ള് തടിയാട്ടോ. നമ്മൾ നേരത്തെ ആറാണ് ഈ ആറ്, മുക്കടയാറ്. തലയാണടി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും കേട്ടോ. കാരണം അപ്പുറ സൈഡിലോട്ട് പോയി ഇപ്പുറ സൈഡിലോട്ട് പോയാൽ നേരെ ആറ്റിപ്പോവും. നോക്കി, ഒരു അടിപൊളി പാലം. പണ്ടങ്ങാണ്ട് ഏതെയാ, വർഷങ്ങൾക്ക് മുമ്പ് ഏതെയാണ്. ചാലിയേക്കര ജംഗ്ഷൻ്റെ അവിടെ എത്തിയാട്ടോ. അതുകൊണ്ട് ഈ വളം അങ്ങോട്ട് കഴിഞ്ഞാൽ ചാലിയേക്കര ജംഗ്ഷനാവും. അവിടെ നിന്നാണ് പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞാൽ പത്തനാപുരം, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മാമ്പഴത്തറ, ഇടമൺ 34 അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. പോകണ്ടോ, വഴി തെറ്റായിരിക്കാൻ വേണ്ടി പുനലൂർ എന്താ മനസ്സിലായോ? ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലായിടത്തും ബോർഡല്ലേ. ഇതൊക്കെ പണ്ടത്തെ എഴുത്താട്ടോ. എന്നുവെച്ചാൽ നമ്മൾ പഴയ റെയിൽവേ സ്റ്റേഷനിൽ പോയി അറിയാം. പുനലൂരായാലും കൊല്ലമായാലും എല്ലാം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് എഴുതിയാണ് വെക്കുന്നത്. ഇപ്പോഴെല്ലാം ബോർഡായി, നോർമലി പ്രിൻ്റ് പോലായി ഇപ്പോൾ. പക്ഷെ എന്താ, പഴയ ബോർഡാണ്. ഇതൊക്കെ ഇനി പോകാൻ നേരത്ത് ഇതെല്ലാം ഇളകി പോവും. അതുപോലെ അവിടെ ഇരിപ്പുണ്ട് പുനലൂർന്ന്. ഈ വഴിയാണ് പുനലൂർ പോകേണ്ടത്. നമ്മളിപ്പോൾ ചാലിയേക്കര അക്കുടിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത്. ആ കാണുന്നതാണ് AVTയുടെ റബ്ബർ ഫാക്ടറി കേട്ടോ. ആ കാണുന്നത് നമ്മൾ ആ വഴി വന്നത്. അപ്പോൾ അവിടെ ഈ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് അന്ന് കാണിച്ചു തന്നെ. നല്ല മനോഹരമായൊരു പാലം അല്ലേ, പഴയ പാലം. നമുക്ക് പൊളിഞ്ഞൊക്കെ ഇരിക്കുക, തൊട്ടാൽ താഴെ പോകും. കനാല് നിറഞ്ഞൊഴുകുക കേട്ടോ. കനാല് നിറഞ്ഞൊഴുകുകയാണ്, മൊത്തം ലീക്കാണ്, കംപ്ലീറ്റ് ലീക്ക്. ഇപ്പം ചെറിയൊരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് ധൈര്യമായിട്ട് അവിടെ നിന്ന് കുളിക്കാം. അതുകൊണ്ട് അവിടെ അങ്ങോട്ട് പോവാം. നോക്കി, സ്ലാവൊക്കെ ഇടിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. പഴയ ഒരു കെട്ടിടമാണ്, പൊളിഞ്ഞു പോയി കേട്ടോ. ഓക്കെ, കമ്പിയൊക്കെ ദ്രവിച്ചിരിക്കുന്നത്. അവിടെ പിന്നെ ഷവറാണ്. 24 മണിക്കൂറും ഷവർ പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂറല്ല, ഈ വെള്ളം തീരുന്ന വരെ, ഈ കനാൽ എന്ന് ക്ലോസ് ചെയ്യുന്നോ അന്ന് വരെ നമുക്ക് കുളിക്കാനുള്ള ഫ്രീ സർവീസാണ് നമുക്കിവിടെ ലഭ്യമാക്കുന്നത്. അപ്പം കുളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് കുളിക്കാം. നല്ല ഷവറിൽ കുളിക്കാം. സോപ്പൊക്കെ കൊണ്ടുവന്ന് അത് തേച്ച് വരച്ച് കുളിക്കാം. അപ്പോൾ ഒരു അടിപൊളി ഒരു ഷവറാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഇവിടെ കുളിക്കുക, ഇവിടെ ആരും എടുക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ. ചിരിയൊക്കെ വെള്ളം വീഴുന്നത്, അവിടെ കണ്ടമാനം വെള്ളം വീഴുന്നുണ്ട്. അത്രയും വെള്ളം വെറുതെ പാഴായി പോവുകയാണ്. എന്നാലും കണ്ണിൽ ചെറിയൊരു ലീക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അക്കോടത്തിൻ്റെ മുകളിലാണ്.
ഇവിടുന്ന് കാണുന്ന കാഴ്ചയൊക്കെ അടിപൊളിയായി. പക്ഷേ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണിയായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലായി. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ മോശമാണ്, കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ ചൂടത്താണ് ഞാൻ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. അവിടെയൊക്കെ തണലുണ്ട് കേട്ടോ. അപ്പം ഇങ്ങോട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മുക്കടയാറും എന്ന് പറഞ്ഞാൽ ഇവിടെ ചാലിയക്കരയാറ്. ഈ ചാലിയക്കരയാറ് ഈ മുകളിൽ കൂടെയാണ് ഇത് പോകുന്നത്. ഏത് പോകുന്നത്? അക്വഡക്റ്റ് പോകുന്നത്. അപ്പോൾ ചാലിയക്കര ഇതുവരെ വരാത്തവരാണെങ്കിൽ നിങ്ങളിപ്പം ചിലവർ പത്തനാപുരം കറവൂർ വഴി ചാലിയക്കര വരുന്നവരുണ്ട്. പക്ഷേ ഞാൻ കാണിച്ച ഇരുമ്പുപാലമൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പുനലൂരിൽ നിന്ന് നെല്ലിപ്പള്ളിയിൽ നിന്ന് വെഹിക്കിൾ ഓഫീസ് ഉണ്ട്. ആ വെഹിക്കിൾ ഓഫീസിൻ്റെ നേരെ കിടക്കുന്ന വഴി വന്നു കഴിഞ്ഞാൽ വിളക്കുവട്ടം ചാലിയക്കര വരുന്ന വഴിയാണ്. നിങ്ങളിവിടെ വരുന്നെങ്കിലേ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇങ്ങാണ്ട് ഇതിനകത്ത് ഇങ്ങനെ ചാരിയെന്ന് കാണുന്ന മുമ്പ് ഈ സാധനത്ത് എത്ര നിങ്ങളുണ്ടോ നിങ്ങൾ നോക്കണേ. കണ്ടതുണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ താഴെ പോകാനേ, മലന്ന് താഴെ വീണനെ കണ്ടോ? ഇങ്ങോട്ടൊരിപ്പോൾ ഇല്ല. നോക്കി കണ്ടോ? ഈ ഭാഗത്തൊന്നുമില്ലേ, അതുപോലെ ആ ഭാഗത്തും ഇല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ പറയുക. ഇതിനകത്ത് കൂടുതലും താങ്ങി പിടിച്ച് നിൽക്കരുത്, കാരണം ഇത് അത്രയ്ക്ക് ബലമൊന്നുമില്ല സാധനമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.